ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം, റെഗുലേറ്റേഴ്സ്. ആദ്യം നമുക്ക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് നോക്കാം. ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു നിക്ഷേപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. പണപ്പെരുപ്പത്തിനെ എഫക്റ്റീവായിട്ട് നേരിടണമെങ്കിൽ നമ്മൾ നിക്ഷേപിക്കണമെന്ന് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഏതൊക്കെ അസറ്റുകൾ നമുക്ക് നിക്ഷേപിക്കാനുണ്ടെന്നും അതിൽ ഏതാണ് ഏറ്റവും നല്ലവണ്ണം നമുക്ക് ഇൻഫ്ലേഷനെ മറികടക്കാനായിട്ട് സഹായിക്കുകയെന്ന് നമ്മൾ കണ്ടു. അതിൽ നമ്മൾ മനസ്സിലാക്കിയത് 4 അസറ്റുകളിൽ, അതായത് ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റ്സ്, ഓഹരികൾ, റിയൽ എസ്റ്റേറ്റ്, നാലാമതായിട്ട് കമ്മോഡിറ്റീസ്, സ്വർണ്ണവും വെള്ളിയും. ഇതിൽ ഓഹരികളാണ്, ഷെയർസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻഫ്ലേഷനെ ടാക്കിൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് മനസ്സിലായി. ഈ അധ്യായത്തിലപ്പം നമ്മൾ എന്താണ് ഓഹരി വിപണി എന്നും ഓഹരി വിപണിയിലെ സ്ഥാപനങ്ങൾ, ആ മാർക്കറ്റ് എക്കോസിസ്റ്റത്തിൽ വരുന്ന നിയന്ത്രണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നും ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ദൈനംദിന ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ വാങ്ങാനായിട്ട് കടകളിലേക്ക് പോകാറുണ്ടല്ലോ. ഇതുപോലെ നമ്മുടെ ഓഹരി വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായിട്ട് നമ്മൾ ചെല്ലുന്ന സ്ഥലമാണ് ഓഹരി വിപണി, ഷെയർ മാർക്കറ്റ്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ കടകൾക്കൊക്കെ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്, നമ്മൾ അവിടെ പോയിട്ടാണ് സാധനങ്ങൾ മേടിക്കുക. പക്ഷേ ഓഹരി വിപണി അങ്ങനല്ല, അവിടെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് അല്ല, ഒരു ഓൺലൈൻ എക്സിസ്റ്റൻസ് മാത്രമാണ് അതിനുള്ളത്. നമുക്ക് കമ്പ്യൂട്ടർ മുഖാന്തരമാണ് ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഓഫീസുകൾ അവിടെയുണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഫീസുകളുണ്ട്. പക്ഷേ നമ്മൾ നേരിട്ട് ഓഫീസിൽ പോയല്ല ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. നമുക്ക് ഓൺലൈനായിട്ട് കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും സാധിക്കും. ഓഹരികൾ, ഷെയറുകൾ എവിടെ നിന്നാണ് വാങ്ങുക എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്നാണ് എന്നാണ്. നമുക്ക് ഷെയറുകൾ വാങ്ങിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത്. ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന BSEയും രണ്ടാമത്തേത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ള NSE ആണ്. ഈ 2 എക്സ്ചേഞ്ചുകളിൽ നിന്നാണ് വാങ്ങേണ്ടവരും വിൽക്കേണ്ടവരും വന്ന് വാങ്ങലും വിൽക്കലും നടത്തുന്നത്. മുൻപ് ഓരോ പട്ടണങ്ങളിലും ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചെന്നൈയിലുണ്ടായിരുന്നു, കൊച്ചിയിലുണ്ടായിരുന്നു, ബോംബെയിലും കൊൽക്കത്തയിലും ഉണ്ടായിരുന്നു. 1992 കൂടി ഇവയെല്ലാം മേർജ് ചെയ്തുകൊണ്ട് മുംബൈ ആസ്ഥാനമായിട്ടാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE രൂപീകൃതമാവുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1850 തൊട്ട് പ്രവർത്തനത്തിലുണ്ടായിരുന്നതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ 2 എക്സ്ചേഞ്ചുകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ പ്രാബല്യത്തിലുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. ഇവിടെ നിന്നുമാണ് നമുക്ക് ഓഹരികളിൽ നിക്ഷേപം നടത്താനായിട്ട് സാധിക്കുക. ഓഹരി വിപണിയിലെ പങ്കാളികളും, അതായത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, അവരെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയും റെഗുലേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും എന്താണെന്ന് നോക്കാം. ഓഹരി വിപണികളിൽ നിക്ഷേപം നടത്തുന്ന ഏതൊരു വ്യക്തിയെയും കമ്പനിയെയും നമുക്ക് വിപണി പങ്കാളി അഥവാ മാർക്കറ്റ് പാർട്ടിസിപ്പൻ്റ് എന്ന് വിളിക്കാം. ഈ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് പലതരത്തിലുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ മാർക്കറ്റ് പാർട്ടിസിപ്പൻ്റ് ഡൊമസ്റ്റിക് റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് ആണ്. സ്വദേശി ചില്ലറ വ്യാപാരികൾ, അതായത് ഇന്ത്യയിൽ താമസിക്കുന്ന നമ്മളെ പോലെയുള്ള ചില്ലറ ഇടപാടുകാരെയാണ് ഡൊമസ്റ്റിക് റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് അഥവാ സ്വദേശി ചില്ലറ വ്യാപാരികൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് NRIകൾ, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസും OCI, ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യയും, അതായത് ഇന്ത്യൻ വംശജരായിട്ടുള്ള ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ആളുകളാണ് രണ്ടാമത്തെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. മൂന്നാമത്തെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അതായത് സ്വദേശി സ്ഥാപനങ്ങൾ, ഇന്ത്യയിലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെയാണ് ഇതുകൊണ്ട് പറയുന്നത്. നാലാമത്തേതായിട്ട് ഡൊമസ്റ്റിക് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ്, അതായത് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ, ഉദാഹരണം HDFC, AMC പോലെയുള്ളത്, SBI മ്യൂച്വൽ ഫണ്ട്, ICICI പ്രൊഡൻഷ്യൽ പോലെയുള്ള കമ്പനികൾ. അഞ്ചാമതായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് വിദേശ സ്ഥാപന നിക്ഷേപകർ. ഇന്ത്യക്ക് പുറത്തുള്ള കോർപ്പറേറ്റ് കമ്പനികളും ഹെഡ്ജ് ഫണ്ടുകളും ഫണ്ട് ഹൗസുകളെയൊക്കെയാണ് പൊതുവിൽ നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇത്രയുമാണ്, ഈ 5 പേരാണ് പൊതുവിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. ഈ 5 മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൽ ആരായിരുന്നാലും വിപണിയിൽ നിന്നും ലാഭം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും അവരുടെ പരപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. പണം ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ അവിടെ അത്യാഗ്രഹം, ഭയം തുടങ്ങിയ മനുഷ്യവികാരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതായത് ഫിയറും ഗ്രീഡും. ഈ വികാരങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അവിടെ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ടാകാനുള്ള ചാൻസും ഹൈ ആണ്. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ കാര്യങ്ങൾ അധാർമികമായിട്ട് നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ നമുക്കൊരു ഏജൻസി ആവശ്യമാണ്. റൂൾസും റെഗുലേഷൻസും ആവശ്യമാണ്.
അവിടെയാണ് റെഗുലേറ്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. നമുക്ക് റെഗുലേറ്റർ എന്താണെന്ന് നോക്കാം. റെഗുലേറ്റർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. ഇതാണ് നമ്മുടെ റെഗുലേറ്ററി അതോറിറ്റി. അപ്പം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് കൊണ്ടുപോകാനുള്ള റൂൾസും റെഗുലേഷൻസും ഉറപ്പാക്കുന്നത് സെബിയാണ്. മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നുള്ളതും ഇതിനിടയ്ക്ക് നിൽക്കുന്ന ബ്രോക്കിംഗ് ഫേമുകളും ധനകാര്യ സ്ഥാപനങ്ങളും നീതിയുക്തവും ട്രാൻസ്പെറൻറ്റുമായിട്ടുമാണ് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുന്നതും ഒക്കെ സെബിയുടെ ലക്ഷ്യമാണ്. താഴെ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം സെബി നമുക്ക് ഉറപ്പ് നൽകുന്നു. ഒന്നാമത്തേത്, ഓഹരി വിനിമയം നീതിയുക്തമായ രീതിയിൽ നടത്തുന്നു എന്ന് സെബി നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. സ്റ്റോക്ക് ബ്രോക്കർമാർ അവരുടെ ബിസിനസ് നീതിയുക്തമായിട്ട് നടത്തുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് സെബിയുടെ ഉത്തരവാദിത്തമാണ്. മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഒരു തരത്തിലും അധാർമികമായിട്ട് കാര്യങ്ങൾ ഏർപ്പെടുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുക സെബിയുടെ ഉത്തരവാദിത്തമാണ്. കമ്പനികൾ വിപണികളെ ഒരു തരത്തിലും ദുരുപയോഗം ചെയ്യുന്നില്ല എന്നുറപ്പ് സെബി നമുക്ക് നൽകുന്നുണ്ട്. ചെറുകിട നിക്ഷേപകർ, നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക സെബിയുടെ ഉത്തരവാദിത്തമാണ്. വലിയ ഫണ്ടുകൾ അവൈലബിൾ ആയിട്ടുള്ള വലിയ നിക്ഷേപക സ്ഥാപനങ്ങൾക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാക്കുന്നതും സെബിയുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളും അതിൻ്റെ സെക്യൂരിറ്റിയും അത് ധാർമ്മികമായിട്ട് നടക്കുന്നു എന്നുള്ള ഉറപ്പ് നൽകുന്ന നമ്മുടെ റെഗുലേറ്ററി സ്ഥാപനമാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി.